അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ടയർ കാഴ്ചയിലേക്ക് വന്നതാണ്. നമ്മുടെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ തീർന്ന്, അപ്പം നമ്മൾ നൈസായിട്ട് ടയർ മാറ്റിയിട്ട് അപ്പോൾ ഏതാണ് ടയർ ഇട്ടത്, എന്തിനാണ് എങ്ങനെയാണ് ഇത് മാറിയത് എന്നുള്ള കഥകളൊക്കെ ഞാൻ എൻ്റെ സെക്കൻഡറി ചാനലിൽ ഇട്ടിട്ടുണ്ട്. വണ്ടീനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ എന്തിട്ട് പറയാം, എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്ര അധികം എൻ്റെ അടുത്ത് ഇണങ്ങിയ ഒരു വണ്ടി ഓടിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് നമ്മുടെ 600 GT ഇതേപോലെ തന്നെ ഇഷ്ടമായതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ മാരകമായിട്ടൊരു ടോപ്പ് എൻ്റെ അല്ലെങ്കിൽ അത്രമാത്രം ഒരു പവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും ശാന്തമായിട്ട്, അതായത് ഒരു ടോപ്പ് ഗിയറിൽ ഒരു 35-45 സ്പീഡിൽ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോർക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ആവശ്യം. അത്തരത്തിലുള്ള വണ്ടികളാണ് എനിക്ക് ഇഷ്ടം. ഈ ഒരു വണ്ടി അങ്ങനെ ഉള്ള ഒരു വണ്ടിയാണെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ട്രയംഫിന്റെ സ്ട്രീറ്റ് 675 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും വരുന്നത്. മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് ആ ഒരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കണ സമയത്തും പിന്നെ നമ്മുടെ ഡുക്കാറ്റിയുടെ ഒരു 845 ആ ഒരു മോഡലുകളിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തും ഈ ഒരു മോഡലിൽ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, അതും ഇൻലൈൻ എഞ്ചിൻ. നമുക്ക് പവർ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെല്ലെ ശാന്തമായിട്ട് പോകണമെങ്കിൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടോർക്കായിട്ടുള്ള ഒരു പവർ ഹൗസ് എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ടോപ്പ് ഗിയറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. അതായത് 6th ഗിയറിലും എനിക്ക് മാക്സിമം ഒരു 35-40 ഇത് ഈ ഒരു സ്പീഡിലാണ്ടോ വളരെ സ്മൂത്ത് ആയിട്ട് ചെയിൻ്റെ അടിയൊന്നും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റും. നമ്മുടെ ബാൻലിയിലൊക്കെ ആണെന്ന് അത് ഒരു 25 വരെ പറ്റും കേട്ടോ. ഇവിടുന്ന് ലാഗ് ഉണ്ടോ എന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകിലോട്ട് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ലാഗ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു KSRTCനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കയറണം നിങ്ങൾ നോക്കിക്കോട്ടോ. ക്ലച്ചുമ്പോൾ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഇതിനെ പെർഫോമൻസ് ഞാൻ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വീഡിയോ വരും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട പെർഫോമൻസ് ഇതിൻ്റെ 6th ഗിയറിൽ നിന്ന് മാത്രമല്ല, ഈ ഒരു വണ്ടിയുടെ 1st ഗിയറിൽ നിന്നും 2nd ഗിയറിൽ നിന്നും 3rd ഗിയറിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതേപോലെ എന്ന് പറയാൻ പറ്റില്ല. 2nd ഗിയറിലൊക്കെ ചിലപ്പോൾ വണ്ടി സിമ്പിളായിട്ട് പവർ വീൽ അടിക്കും. ഈ ഒരു വണ്ടി ഓടിച്ചവർക്ക് ചിലപ്പോൾ ഏകദേശം ഞാൻ പറയുമ്പോൾ ഇതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒരു രക്ഷയില്ല. എന്നെ എന്താ പറയുക, കൊല്ലാൻ കൊണ്ടുപോകണ പോലത്തെ ഒരു വണ്ടി ആയിരിക്കും എന്നാണ് ഞാനിത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മുടെ റിവ്യൂ ഇടാൻ ഇത്ര വൈകിയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തോളം വന്നു ഈ ഒരു വണ്ടി എൻ്റെ അടുത്ത് അണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ടൊരു ടോയ് കൊണ്ട് നടക്കണ പോലെ തന്നെ 6 ആക്ക് അടിച്ച് വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ സസ്പെൻഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ റിവ്യൂവിൽ പറയാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടെ തുടങ്ങണ്ടേ, ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസിൽ നിന്ന് തുടങ്ങാം. നൈറ്റ് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് തോന്നിയില്ല. പക്ഷേ ഒരു ഫോഗ് ലാമ്പ് ഒരുപാടൊക്കെ ട്രാവൽ ചെയ്യണവർക്ക് ഒരു ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ അഗ്രസീവായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. പക്ക ഒരു മോൺസ്റ്റർ ലുക്ക് തന്നെ വേണമെങ്കിൽ വിളിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു 800cc ഇത്രയും ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഒരു ഭീകര ലുക്കുള്ള വേറൊരു വണ്ടി ഇല്ലാന്ന്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ സ്പോർട്സ് ബൈക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത്ര നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്റർ വേറെ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസ് ടാഗിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഏകദേശം ഇപ്പോൾ ഒരു 5 മുതൽ 7 ലക്ഷത്തിനിടയിൽ 6 ലക്ഷമൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മോഡൽ ഇപ്പോൾ ഇല്ല. ഇതിൻ്റെ തന്നെ 900cc മോഡലാണ് ഇപ്പോൾ വരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഇപ്പോൾ 1000 എന്ന് പറയുമ്പോൾ അതൊരു ചേട്ടൻ, അതാ ഇനിയൻ, അതിൻ്റെയും കൊച്ചനിയനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് ടാങ്കിൻ്റെ ആ ഒരു ഭാഗം നോക്കാന്ന് വെച്ചാൽ മൈലേജ്, അതാണ് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഫ്ലഷിങ് അതേപോലെ തന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് സർവീസ് കഴിച്ചു, എഞ്ചിൻ സൈഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഒരു 14-അടുത്ത് വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് കുറവായ പോലെ എനിക്ക് തോന്നി. ഒരു 16 ലിറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 250 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ പെട്രോൾ പമ്പിൽ കയറേണ്ട ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്ത് ഒരു മോഡൽ. അപ്പോൾ ഒരുപാടൊക്കെ ട്രാവൽ ചെയ്യണവർക്ക് ടാങ്ക് റേഞ്ച് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. മൈലേജ് ആഗ്രഹിച്ചിട്ട് ആരും ഇത്തരത്തിലുള്ള ഒരു വണ്ടി എടുക്കില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഫണ്ണ് അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പക്ഷേ ഫണ്ണിന് വേണ്ടിയിട്ട് മാത്രമല്ല, ലോങ് ട്രാവലിങ്ങിനും നല്ലൊരു ചോയ്സ് പോലൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടി തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 80-90 കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോഴേക്കും നൈസായിട്ട് എൻ്റെ ബാക്ക് വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജെൽ ബാഗ് എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയിൽ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത്. ഇപ്പോൾ സീറ്റിൻ്റെ ഭാഗത്തെ സ്ഥിതിക്ക് ഞാൻ സീറ്റ് ഹൈറ്റിനെ കുറിച്ചും കൂടെ പറയാം. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. എനിക്ക് കാലെത്തും എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പക്ക സീറ്റ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ
പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ഒരുപാട് സൂപ്പർ ബൈക്കുകളിൽ കാലെത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നിലും എനിക്ക് അത്രമാത്രം ഒരു കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന കാര്യത്തിലുള്ള ഒരു കാലെത്തണ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു വണ്ടി ശരിക്കും എനിക്കൊരു R15 വെർഷൻ 3 ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് ശരിക്കും. അത്ര സീറ്റായിട്ട് മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യണത്. ആ ഭാഗങ്ങളിലൊന്നും എനിക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാൻ വെച്ചാൽ അതും പെർഫെക്റ്റ്. അതായത് ഇതിന് മുമ്പ് ഞാൻ RC390 ആണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കണത് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. നല്ലൊരു സ്പീഡിൽ വന്നിട്ടും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ട്, നമ്മളെ തെറിപ്പിക്കാത്ത രീതിയിലാണ് വണ്ടി സ്മൂത്തായിട്ട് സ്ലോ ആവണത്. അപ്പോൾ പിന്നെ ആ ഭാഗങ്ങളിൽ എനിക്ക് വേറെ നെഗറ്റീവുകളൊന്നും തോന്നിയിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ടയർ മാറാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കിടന്നു പറഞ്ഞ സ്റ്റോക്ക് ടയർ ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 100 സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടീനെ ചെറുതായിട്ട് സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ടാറിങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് ടാറിങ് പാച്ച് ചെയ്തിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വഴി കൂടെ പോകുന്ന സമയത്ത് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോണ പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത്രയും വലിയ വണ്ടിക്ക് ടയറിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനത് ഇപ്പോൾ 30 ആയി 30,000 രൂപ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ 2 ടയർ ഞാൻ മാറിയിട്ട് ഇപ്പോൾ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ റിവ്യൂ ഇത്രയും വൈകാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടയർ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പെർഫോമൻസ് എന്ന് എനിക്കറിയില്ലല്ലോ. ഈ ഒരു ടയർ ഇട്ടതിന് ശേഷം എനിക്കിപ്പോൾ സിമ്പിളായിട്ട് 6 ഒക്കെ അടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ MT-15 ഒക്കെ സിറ്റിയിൽ കൊണ്ടുപോകണില്ലേ, അതേപോലത്തെ ഒരു ഫീലിൽ 6 ഒക്കെ അടിച്ച് കൊണ്ടുപോകാം. ആ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാനില്ല. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആണ്. അത്രയും സോഫ്റ്റ് അല്ല ബാക്ക് എന്ന് പറയുന്നത്, കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യണത്. അതിന് 2 വശങ്ങൾ ഇപ്പോൾ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നല്ല പോലെ തന്നെ ബാക്കിലേക്ക് അടി വരുന്നുണ്ട്. ലോക്കൽ റോഡുകളിൽ ഒരു സ്ലോ സ്പീഡിൽ നല്ല തരത്തിൽ അത് പണി തരുന്നുണ്ടെങ്കിൽ നല്ലൊരു ടോപ്പ് ആൻഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കോർണറൊക്കെ ചെയ്യണ സമയത്ത് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ശരിക്കും സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യണത്. വണ്ടീനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മെയിൻ്റനൻസ് ഒക്കെ ഒരുപാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അത്ര ഒരു ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യാനില്ല. അതിനുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് തരുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു കടിക്കണ പട്ടീനെ വാങ്ങാൻ വെച്ചാൽ എന്തായാലും അതിന് തീറ്റി പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചിലവ് വരും. പട്ടീന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, ആ ഒരു നിലയ്ക്കല്ല. ശരിക്കും ഇപ്പോൾ ഒരു ആനേനെ വളർത്താൻ വെച്ചാൽ അതിന് നല്ല രീതിയിൽ തീറ്റി പോറ്റണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആനയായിട്ട് കൂട്ടണ്ട, ഇപ്പോൾ അതൊരു ആ ഒരു നിലയ്ക്ക് നിൽക്കണ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ട്. ഇപ്പോൾ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തത് ഏകദേശം ഒരു 6,000 രൂപയായി, 6,000 സംതിങ് ആയിട്ടുണ്ടാകും. 4 ലിറ്ററാണ് ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 4-3.5 ലിറ്റർ അങ്ങോട്ട്. ടയർ ലൈഫ് എന്ന് പറയുന്നത് 6,000 കിലോമീറ്ററാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ടയറിന്, ഇതിന് പറ്റി യോജിച്ച ടയറിന് ഒരു 28,000-27,000 രൂപയോളം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു 6,000 രൂപയ്ക്ക് 6,000 കിലോമീറ്റർ ഓടാൻ സർവീസ് ചാർജിനും പുറമെ വരുന്ന ഒരു ചാർജാണ്. അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ആനേനെ നോക്കണ പോലെ തന്നെ കാശ് ഇറക്കേണ്ടതായിട്ട് വരും ഈ ഒരു മോഡൽ കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ. ഹീറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ ഇവിടുത്തെ ഈ ഒരു ബ്ലോക്കിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു 4:30-5 മണി സമയത്ത് നിങ്ങൾക്കറിയാം 98 ഡിഗ്രിയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. 5 മണി കഴിഞ്ഞിട്ട് നമ്മുടെ ആലുവയുടെ പാലം കയറാൻ പോണ ഒരു ബ്ലോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും കാണിക്കണമെന്നില്ല, 97% തന്നെയാണ് നിൽക്കുന്നത്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അഡ്വഞ്ചർ 390 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 390 ഒക്കെ സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത്, അത് സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, അത്രമാത്രം അല്ലെങ്കിൽ ഇപ്പോൾ RC390യുടെ അത്രമാത്രം ഒരു ഹീറ്റിംഗ് ഈ ഒരു വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്യണില്ല. നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ പകുതി വരെ, അതിനെ മേലേക്ക് ഇതുവരെ എനിക്ക് ഹീറ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ എന്താ ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ബ്ലോക്ക് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഷൂ ആണ് ഇട്ടേക്കണത്, വേറെ ബൂട്ടോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ തരത്തിൽ മാത്രമാണ് ഹീറ്റിംഗ് ഫീൽ ചെയ്യണത്. നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മീറ്റർ കൺസോളിൽ എനിക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളത് ചെറിയൊരു പോരായ്മ പോലെ ഫീൽ ചെയ്തു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചറിയാൻ പറ്റിയ വലിപ്പം കൂടിയിട്ടുള്ള മീറ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ കൊടുക്കാറുന്നു എന്ന് തോന്നി. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചില സമയത്ത് ഗിയർ ടൈറ്റ് ആവണ പോലെ ഫീൽ ചെയ്തു. അത് ഒരു ഹയർ RPM-ലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വണ്ടി ഹീറ്റ് ആവുന്ന സമയത്ത് കുറച്ച് ഗിയർ ടൈറ്റ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിലുണ്ടല്ലോ, ഫസ്റ്റിൽ കിട്ടു അപ്പോൾ ചെറിയ തരത്തിൽ ടൈറ്റ് ഉണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റിയിൽ ഇത്രയും ബ്ലോക്കിൽ ഓടിക്കുമ്പോഴേക്കും എൻ്റെ വിരലിനൊക്കെ നല്ല 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ബ്ലോക്കിൽ വരുമ്പോൾ മാത്രമാണ് ക്ലച്ച് അത്ര ഡേഞ്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഗിയർ ബോക്സ് ഇടയ്ക്ക് ഒരു 4ാമത്തെ 5ാമത്തെ ഗിയർ ഇടുന്ന സമയത്ത് ന്യൂട്രൽ ആവണ പോലത്തെ ചെറിയൊരു അവസ്ഥയും എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ഒരു 4ാമത്തെ ഗിയറിൽ നിന്നും വലിപ്പിച്ചിട്ട് പെട്ടെന്ന് ഗിയർ ഇട്ടില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി പെട്ടെന്ന് ന്യൂട്രലായി പോണ പോലത്തെ ഒരു ഫീലിംഗ്. പിന്നെ ചെയിനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടുമെന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ലൂബ് ചെയ്യാണ്ട് കുറച്ച് ഓടിച്ചിട്ടുണ്ടാകുന്നു വണ്ടി. ആ സമയത്തൊക്കെ നല്ല തരത്തിലാണ് ആ ഒരു ചെയിൻ്റെ അടി. ശരിക്കും വണ്ടി നല്ലൊരു ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനാണ് ശരിക്കും
വണ്ടിയുടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക. ചെയിനൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ക്ലീൻ ചെയ്ത് കറക്റ്റ് ലൂബ് ചെയ്ത് കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുനിഞ്ഞ് കിടക്കണ പോലെ, അതായത് നമ്മളിങ്ങനെ നേരെ ഈ ഒരു ലെവലിലേക്കാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിവർന്നിട്ടുള്ള ഒരു ഇരിപ്പ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കുനിഞ്ഞിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു 100 കിലോമീറ്ററിന് മേലെ ഒരു 120 കിലോമീറ്ററൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ സീറ്റിന് പണി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗങ്ങൾക്കും ഷോൾഡറിനും ചെറിയ തരത്തിലുള്ള ഒരു പെയിൻ പോലെ ഫീൽ ചെയ്തു. ചിലപ്പോൾ അത് എൻ്റെ ശരീരപ്രകൃതിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, എല്ലാവർക്കും തോന്നുന്നു ഞാൻ പറയണില്ല. പിന്നെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കോട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതായത് പക്ക ഒരു സ്പോർട്ടി പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു വണ്ടിക്ക് എന്ന് പറയുന്നത്. പോസിറ്റീവ് സൈഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടോ പക്ക നമുക്ക് കംഫർട്ട് തരുന്ന രീതിയിൽ ആ കെടുന്നിട്ട് ഓടിക്കാം. നമ്മുടെ ഈ ടയറിങ് വരുന്ന വണ്ടികളൊക്കെ നമ്മളിങ്ങനെ കെടുന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് ഓടിക്കില്ലേ ടാങ്കുമ്പോൾ കിടന്നിട്ട്, ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു വണ്ടി കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഭാരമൊക്കെ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇതേവരെ ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് അത് എനിക്കൊരു നെഗറ്റീവ് രീതിയിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ ഹൈവേയിൽ കയറുമ്പോൾ ശരിക്കും എന്താ പറയുക, ആ ഒരു വെയിറ്റ് കൂടിയാൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ട് അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും ഈ ഒരു വണ്ടിയുടെ ഒരിക്കലും ഒരു നെഗറ്റീവ് ഭാഗമല്ല. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണെന്ന് പറയുന്ന സമയത്ത് ഇത്രയും വെയിറ്റ് കൂടിയൊരു വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. ഒന്ന് നമ്മുടെ അടുത്ത് ഇണങ്ങണ വരെയാണ് അത്തരത്തിലുള്ള തെറ്റുകാരനോട് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു 150 cc വണ്ടി കൊണ്ടു നടക്കണ ആൾ എളുപ്പത്തിൽ ഈ ഒരു വണ്ടീനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. സിറ്റി ഫ്രണ്ട്ലി ആണ്, ഹൈവേ ഫ്രണ്ട്ലി ആണ്, ടൂറിങ് ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താ വേണ്ട, ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പിന്നെ അലോയ് വീലിനൊക്കെ പെട്ടെന്ന് തന്നെ ബെൻഡ് കിട്ടണ പോലത്തെ ഒരു അവസ്ഥ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തു. പിന്നെ ചെരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും സ്പെയറിനൊക്കെ നല്ല രീതിയിലുള്ള പൈസയും വന്നിട്ടുണ്ട്. പിന്നെ ക്ലച്ചൊക്കെ പെട്ടെന്ന് കത്തിക്ക് തീരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് ഇങ്ങനത്തെ ഹൈവേകളൊക്കെയാണ് ഇഷ്ടം എന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ആ ഒരു ഇനീഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ആ ഒരു സൗണ്ടൊക്കെ കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ്. ശരിക്കും ഒരു മ്യൂസിക് ഒക്കെ കേട്ടിട്ട് വണ്ടി ഓടിക്കില്ല, അമ്മാതിരി ഫീലാണ് ശരിക്കും കാണാൻ കഴിയും വണ്ടിയുടെ ഭാഗത്തുനിന്ന്. കസ്റ്റമായിട്ട് നല്ലൊരു എക്സോസ്റ്റും കൂടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ. സോളോ റൈഡാണ് എനിക്ക് ഇത്രയും കൂടെ ഒരു കംഫർട്ട് തോന്നിയത്. ബാക്കിൽ ഒരാളിരിക്കുന്ന സമയത്ത് റൈഡർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ബ്രേക്ക് ചെയ്യണ സമയത്താണെച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റിയിൽ പോകുന്ന സമയത്താണെച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ കാല് കുത്തേണ്ട എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സോളോ റൈഡിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മോഡൽ പോലെയാണ് ഇത് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങാനും ബാക്കിൽ ഒരാളെ നിങ്ങൾക്ക് ഇരുത്തേണ്ടി വന്നാലും ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ ആ ഒരു ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിലേക്ക് തല ഇടിച്ച് വിടാനുള്ള സാധ്യതയൊക്കെയുണ്ട് മര്യാദയ്ക്ക് പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ. പിന്നെ വേറെ കാര്യമായിട്ട് ഒന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തില്ല. മോഡിഫിക്കേഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട പ്ലാനില്ല. നമ്മുടെ R15 വെർഷൻ 3 ഒക്കെ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത മാരക ലുക്കോടെയാണ് കമ്പനി ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ആ കൂടെ ഈ സ്ലൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ടോ, ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ റോഡുകളിൽ പ്രശ്നമില്ല. പക്ഷേ കുറച്ചൊക്കെ ഈ ഒരു ഇടുക്കി അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുന്നത് പവറാണ്. വണ്ടിയുടെ മെയിനായിട്ട് എഞ്ചിൻ തന്നെയാണ്. പിന്നെ ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആണ്, സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്. റൈഡിങ് പൊസിഷനും എനിക്ക് വലിയ ഒരു സീനായിട്ട് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഹൈവേയിൽ എനിക്ക് കൊണ്ടു നടക്കാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു ഇതിൻ്റെ ഭാഗത്തുനിന്ന് റൈഡിങ് പൊസിഷൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പോകാൻ കേട്ടോ. അതായത് ഇനിയിപ്പോൾ വലിച്ച് നീട്ടണില്ല ഞാൻ വല്ലാണ്ട്. ഇപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നായിട്ട് നിങ്ങൾ കാണണ്ട, ചെറിയൊരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. നോർമലായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികളൊക്കെ വന്നിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അവരെ അലക്കാം. അതിൽ പെർഫോമൻസ് തരുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ Z800 എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് വാങ്ങിയ കാശിന് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബൈക്ക് പോലെ തന്നെയാണ് ഫീൽ ചെയ്യണത്. നിലവിൽ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു Z800 വീഡിയോ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ അടുത്ത വീഡിയോയിൽ കാണാം. ശരി. ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കണം. അത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വലിയൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അവിടെ ഗിവ് അവേൻ്റെ ആ ഒരു വീഡിയോയും പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.